നമസ്കാരം. ഞാൻ അജയ് ജോസഫ്. ഈ കല്യാണമരം എന്ന സിനിമയിലൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 10, 12, 13ഓളം സിനിമകൾക്ക് ഇപ്പോൾ സംഗീതം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് കല്യാണമരത്തിലെ പാട്ട്, ഈ കല്യാണമരം സിനിമയും കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പാട്ടും സിനിമയും എല്ലാം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളിത് സമർപ്പിക്കുന്നത്. നമസ്കാരം. എൻ്റെ പേര് പ്രദീപ് കെ നായർ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. നേരത്തെ 1-2 പ്രൊജക്റ്റുകൾ ഇപ്പോൾ റെഡിയായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രാരംഭ ദശയിലാണ്. അതിൻ്റെ പൂർണ്ണ രൂപത്തെ പറ്റി പറയാൻ പറ്റില്ല, എന്നാലും അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു രസകരമായ ഒരു മൂവിയാണ്. അതിൻ്റെ ഈ പറഞ്ഞ മാതിരി ഒന്നും റിലീസിൻ്റെ സമയത്തല്ലാതെ വെളിയിൽ പറയാൻ പാടില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി വിശദമായിട്ടൊന്നും പറയാൻ പറ്റണില്ല. പേര് കല്യാണമരെന്ന് മാത്രം പറയാൻ പറ്റുന്നത്. അതിനപ്പുറത്തേക്ക് അതിനെപ്പറ്റി ഒന്നും വിശദീകരിച്ച, പക്ഷേ ഒരു എൻ്റർടൈനർ മൂവി, ഒരു രസകരമായ മൂവി ആ രീതിയിലായിരിക്കും ഈ ചിത്രം എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. ഇപ്പൊ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിയത്? ഈ പേര് പോലെ തന്നെ എന്താ പറയാ, ഒരു പോസിറ്റീവ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ കുറെ നന്മ കാണാനായിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സിനിമ, അതിന്റെ ഒരു സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാണ് എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്? തീർച്ചയായിട്ടും എന്നെ ഇതിന് വേണ്ടി വിളിച്ചത് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കരാണ് എന്നെ ഈ സിനിമയിലേക്ക് വിളിച്ചത്. വന്നു കഴിഞ്ഞപ്പോൾ ഡയറക്ടർ രാജേഷ് അമ്മനാര അതിൻ്റെ ഇതുകളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഒരു പ്രകൃതിയും നമ്മുടെ പഴയ ഗൃഹാതുരത്വവും ശരിക്കും ഒരു അങ്ങനെ ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന ഒരു കഥ, നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു മൂവി, അതിനു പറ്റിയൊരു പാട്ട്, അതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഓരോ സിനിമയിൽ വരുമ്പോഴും എന്താ പറയുക, നമുക്ക് അതെ ഡയറക്ടറുടെ ആ ഒരു ആവശ്യവും അദ്ദേഹത്തിൻ്റെ വിഷ്വൽ കൺസെപ്റ്റിനും അനുസരിച്ച് നമുക്കത് കൊടുക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ സിനിമയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ പടം നമുക്ക് കിട്ടുമ്പോഴും നമുക്കൊരു പുതിയ പടം കിട്ടുന്ന പോലെ, പുതിയൊരു ആദ്യമായിട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യാറ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഇതിന് നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൽ നിന്നും മാറ്റപ്പെടാം. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിന് വളരെ തൃപ്തികരമായ രീതിയിൽ അത് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ പ്രൊഡ്യൂസറും ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തു ആ പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ശരിക്കും വിഷ്വൽ കണ്ടപ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ പാട്ടും അതിൻ്റെ വിഷ്വലും അതിൻ്റെ സിനിമ എല്ലായിട്ടും ശരിക്ക് ഇണങ്ങി നിൽക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട് അഭിപ്രായം പറയണം. ഇപ്പോൾ ഇതിന്റെ കഥ എഴുതിയത് സംവിധായകന്റെ സംവിധായകൻ അദ്ദേഹം ഒരു എഴുത്തുകാരനെ കൂടിയാണ്. അദ്ദേഹമാണ് അതിന്റെ തിരക്കഥ രൂപത്തിലാക്കിയത്. ചേട്ടനാണ് അതിന്റെ സംഭാഷണം എഴുതിയത്. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു റാപ്പോ എങ്ങനെയായിരുന്നു? കാരണം ഒരാൾ കഥ എഴുതുന്നു, ഡയറക്ടർക്ക് ഒരു വിഷൻ ഉണ്ട്, പക്ഷെ സംഭാഷണം എന്ന് പറഞ്ഞാൽ അതിനൊരു ജീവൻ കൊടുക്കുന്നതാണ്. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു ഇതെങ്ങനെയായിരുന്നു? അല്ല, നമ്മൾ പരസ്പരം ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി മാതിരി നമ്മൾ ഈ ഒന്നാമത് ഈ സബ്ജക്റ്റ് സംഭാഷണം ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്നുള്ളത് ഞാൻ അത് നോക്കി. അത് രസകരമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ വേവ് ലെങ്ത് ഏതാണ്ട് കൃത്യമായിട്ട് വന്നു. പിന്നെ ഇതിനുപരിയായിട്ട് ഇതിൻ്റെ അകത്ത് പറയാനുള്ള പ്രധാന സംഭവം, ഇത് ഒരു യാദൃശ്ചികതയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഈ പ്രൊഡ്യൂസർ സജി കെ എലിയാസ് ഇദ്ദേഹത്തിനോട് ഒരിക്കൽ ഒരു ഒക്കേഷനിൽ കണ്ടപ്പോൾ ചോദിച്ചു, ഇങ്ങനെ ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാം എന്നൊരു കാര്യം പറഞ്ഞു. ആദ്യം പുള്ളി അതിന് വലിയ താല്പര്യം കാണിച്ചില്ല. രണ്ടാമത് ഞാനൊന്നും കൂടെ വിടാതെ പിടിച്ചു. പുള്ളി പറഞ്ഞു സബ്ജക്റ്റ് ഒന്ന് കേൾക്കാം എന്ന് പറഞ്ഞു. ഒരു രാജേഷിനെ വിളിച്ചുകൊണ്ട് വന്നു, സബ്ജക്റ്റ് പറഞ്ഞു. സബ്ജക്റ്റിൻ്റെ ആ രസങ്ങൾ കേട്ടപ്പോൾ പറഞ്ഞു, ഇതൊരു ഫീൽ ഗുഡ് മൂവി നമുക്ക് ചെയ്യാം. എൻ്റെയും മനസ്സിൽ ഇത്തരം എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കുന്ന അല്ലെങ്കിൽ രസമുള്ള ഒരു സാധനം, അങ്ങനെ ഒരു സാധനം ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൈ കൊടുത്താണ് ഈ സിനിമ വന്നത്. സിനിമ സംഭവിക്കുന്നതെന്ന് പറയണേ ശരിയാണ്. കാരണം കാരണം ഈ ചില ഞാനങ്ങനെ ആലോചിച്ചു, ഈ സിറ്റുവേഷനിൽ കൂടി ചേർന്നില്ലെങ്കിൽ ഈ സിനിമയില്ല. പുള്ളിയോട് എനിക്കത് ചോദിക്കാനും, ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് കാഷ്വലി ചോദിച്ചതാണ്. ആ ചോദിക്കാനും പിന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെ ആ സിനിമയോടുള്ള പാഷൻ ഉണ്ടായിരുന്നു പുള്ളിക്ക്. ആ സബ്ജക്റ്റ് കേട്ടപ്പോൾ കുറച്ചും കൂടെ ഇത് താല്പര്യം കൂടി. അപ്പം അങ്ങനെയൊക്കെയാണ് ഇത് പരിണാമഗുപ്തിയിൽ എത്തിച്ചേർന്നത്. ചേട്ടനാണെങ്കിൽ വലിയൊരു സംഗീത പാരമ്പര്യം ഉള്ളൊരു കുറിപ്പാണ്, അത് പലർക്കും അറിയില്ല. അതൊന്നും പറയുമോ? എൻ്റെ പിതാവ് ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം ജോബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഒരു ഹിറ്റാണ് അല്ലിയാമ്പൽ കടവിൽ എന്നുള്ള ആ ഗാനം. ആ ഗാനം തന്നെയാണ് എന്നെ നയിക്കുന്നത്. സത്യത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ എനിക്ക് ഒരു എൻട്രി കിട്ടുന്നതും എല്ലാം ആ ഗാനം ചെയ്ത ആളുടെ മകൻ എന്ന നിലയിൽ തന്നെയാണ്.
അപ്പൊ അത് ശരിക്കും ജോസ് മാസ്റ്റർ ആ ഒരൊറ്റ പാട്ട് മതി ശരിക്കും മലയാളികൾ നോക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു അന്ന് യേശുദാസിന്റെ ഒക്കെ തുടക്കമായിരുന്നു, എല്ലാവരുടെയും തുടക്കകാലത്താണ്. ഞാൻ കേട്ടിരുന്നു ഉദയകുമാരൻ അദ്ദേഹം പാടാനിരുന്നിരുന്ന ഒരു പാട്ട് യേശുദാസ് പാടുന്നു. വളരെ കുറച്ച് പാട്ടുകളെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ, സിനിമകളും കുറച്ച് പാട്ടുകളൊക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മകൾ എങ്ങനെയാ പാട്ടുകൾ ഞാൻ ചോദിച്ചാൽ അത് ചെറുപ്പം മുതലേ ആ പാട്ടുകളും ആ ഒരു സംഗീതമൊക്കെ മനസ്സിലുള്ള ചെറുപ്പം മുതലേ ചേട്ടന്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഞാൻ എന്റെ സംഗീതത്തിന്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തിൽ, അതായത് ചെറിയ ഓർമ്മ വെക്കുന്ന കാലം മുതൽ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഡാഡി നല്ലൊരു സിത്താറിസ്റ്റ് ആയിരുന്നു. അതായത് അന്നത്തെ കാലത്ത് കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല സിത്താറിസ്റ്റ് ചിലപ്പോൾ അദ്ദേഹം ആയിരുന്നിരിക്കാം. അപ്പോൾ ഒത്തിരി റെക്കോർഡിങ്ങുകൾക്കും ഒക്കെ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി വെളുപ്പിന് എഴുന്നേറ്റ് ഇത് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഞങ്ങളൊക്കെ എഴുന്നേൽക്കുന്ന ഒരു 7 മണി സമയമാകുമ്പോഴേക്ക് ഇതിൻ്റെ ആ പാരമ്യതയിൽ അതിൻ്റെ ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ടുള്ള സാധനങ്ങൾ വായിച്ച് അദ്ദേഹം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അത് കേട്ടാണ് ഞങ്ങളും എല്ലാ ദിവസവും എഴുന്നേറ്റിരുന്നത്. അപ്പം മിക്ക ദിവസങ്ങളിലും ആ ഓരോ രാഗങ്ങളാണ് ഫീഡ് ചെയ്യപ്പെട്ട്, അതാണെന്ന് തോന്നുന്നു എൻ്റെ ബേസ് സംഗീതത്തിൻ്റെ. അപ്പോൾ അച്ഛൻ തന്നെയാണ് ഗുരു, അച്ഛൻ തന്നെയാണ് ഇന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ളതും എല്ലാം അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഈ അല്ലിയാമ്പൽ എന്ന് പറഞ്ഞ ഒരു പാട്ടാണ് അദ്ദേഹത്തിന് ഹിറ്റായേക്കുന്നത്. ഏകദേശം 10ഓളം സിനിമകൾ അന്നത്തെ കാലത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ആക്റ്റീവ് ആയിരുന്നത് ക്രിസ്തീയ ഭക്തിഗാന മേഖലയിലാണ് അദ്ദേഹം ആക്റ്റീവ് ആയിരുന്നത്. ഒത്തിരി പാട്ടുകൾ പള്ളികളിൽ പാടുന്ന ഒത്തിരി പാട്ടുകൾ എൻ്റെ ഫാദർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കൂടാതെ ഒത്തിരി നാടകങ്ങൾ അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട്, സംഗീതം ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒത്തിരി നാടകങ്ങൾ. അപ്പോൾ ശ്രീമൂലനഗരം വിജയൻ, ജോബാൻ ജോർജ് ഒരു വലിയൊരു ഇതായിരുന്നു, കോംബോ ആയിരുന്നു ആ ഒരു കാലഘട്ടങ്ങളിൽ. അങ്ങനെ അതുവഴിയാണ് ഞാനും പതിയെ ഈ ഒരു ഇതിലേക്ക് വന്നത്. ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് എന്താ പറയുക, ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണമെന്ന് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുവിധം ഒന്ന് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഈ സംഗീത ലോകത്തേക്ക് തിരിഞ്ഞത്. ഏകദേശം 150-150ഓളം ആൽബം സോങ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഷാജി പട്ടിക്കരയാണ് എന്നെ ശരിക്കും ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നതും എനിക്കിവിടെ അവസരങ്ങൾ ഒത്തിരി ഉണ്ടാക്കി തന്നതും എല്ലാം ഷാജി പട്ടിക്കരയാണ്. അതിപ്പോഴും തുറന്നുകൊണ്ട് പോകുന്നു. ആദ്യത്തെ സിനിമ ഏതായിരുന്നു? സിനിമയിലേക്ക് ആദ്യം കിട്ടിയ ഒരു ഓപ്പണിംഗ് ആദ്യം കിട്ടിയ ഓപ്പണിംഗ് അഞ്ചിലൊരാൾ തസ്കരൻ, അതും ഷാജി പട്ടിക്കര വന്നതാണ്. അഞ്ചിലൊരാൾ സോമനമ്പാട്ട് എന്ന് പറഞ്ഞ പഴയ ഡയറക്ടർ, പഴയ സംവിധാനമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സറിയാതെ എന്നൊക്കെ പറഞ്ഞ പഴയ സിനിമകളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ 2ാം വരവിൽ ചെയ്ത പടമാണ് അഞ്ചിലൊരാൾ തസ്കരൻ. അതിലാണ് എൻ്റെ ആദ്യത്തെ ഇത്. ഇന്നിപ്പോ പഴയ പോലെയല്ല, സംഗീതം കുറച്ചുകൂടി ഫാസ്റ്റ് സോങ്സ് ആണ് ഇന്ന് കൂടുതൽ കാണുന്നത്. അതെ. അപ്പോ ചേട്ടനൊക്കെ ശരിക്കും ആ ഒരു പഴയ സ്കൂളിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് പാട്ടുകളുടെ ഒരു കാലത്താണ് വരുന്നത് ശരിക്കും. അതാണ് ഇന്ന് കൂടുതൽ ഈ പറഞ്ഞ പോലെ തന്നെ സംഗീതത്തിന്റെ ഒരു അതിപ്രസരം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മൂഡിനനുസരിച്ചിട്ടുള്ള പാട്ടുകളാണ്. അതെങ്ങനെ കാണുന്നു ഇപ്പൊ ചേട്ടന്റെ കൂട്ടത്തെ ഒരാൾക്ക് ഇന്ന് എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് അതിപ്രസരം എന്ന് പറയാൻ പറ്റൂല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, സംവിധായകന് എന്താണോ വേണ്ടത് അത് നമ്മൾ കൊടുക്കാൻ തയ്യാറായിരിക്കണം. അത് നമ്മൾ കൊടുക്കാൻ തയ്യാറായി മാത്രമേ നമുക്ക് ആ സിനിമ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെ വിളിച്ചു, നമുക്ക് ഒരു അവസരം തന്നു എന്ന് വെച്ചിട്ട് നമുക്ക് അതിലെ പാട്ട് ചെയ്യാമെന്ന് നമുക്ക് ഉറപ്പില്ല. ഉറപ്പാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ത്രെഡ് അദ്ദേഹത്തിന് അത് ഓക്കെ ആവണം. അദ്ദേഹത്തിന്റെ വിഷ്വൽ കൺസെപ്റ്റിനനുസരിച്ചുള്ള ഒരു ട്യൂൺ കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൽ നിൽക്കാൻ പറ്റുള്ളൂ. നമുക്കപ്പോൾ നല്ല മെലോഡിയസ് ആയിട്ടുള്ളൊരു പാട്ട് ഇന്ന പടത്തിൽ ഇന്ന ആൾ ചെയ്തിട്ടുണ്ട്, ഇന്ന മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഡയറക്ടർ അങ്ങനെ ഒരു സാധനം ചെയ്യാനുള്ള അവസരം കൊടുത്തു. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എല്ലാം നമുക്ക് അങ്ങനത്തെ ഇതുകൾ കിട്ടില്ല. എന്താണോ ഇത് സിനിമക്ക് ആവശ്യമുള്ളത് അത് നമ്മൾ ചെയ്യേണ്ടി വരും. ഇതുപോലെ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സിനിമയിലോട്ട് വന്നത്. അപ്പോ ഈ ഒരു സിനിമ ആദ്യത്തെ സിനിമയാണ്. എത്രത്തോളം എന്താ പറയുക, ഒരുപാട് ആഗ്രഹിച്ചിട്ട് വരുന്നതാണ്. എത്രത്തോളം ഒരു എക്സൈറ്റ്മെന്റും അതുപോലെ തന്നെ ഒരു ടെൻഷനും ഒക്കെ ഉണ്ടാവും. എന്താണ് മനസ്സിലിപ്പോൾ ഉള്ളത്? എന്താണ് മനസ്സിലിപ്പോൾ വെച്ചാൽ ഈ ഒരു സിനിമയുടെ റിലീസിങ് ഒരു സുഖപ്രസവം നടക്കുന്ന ഒരു അവസ്ഥ മാതിരി ഒരു നല്ല രീതിയിലുള്ള റിലീസിങ്, അതൊക്കെ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഏത് പ്രായത്തിലുള്ളതാണെങ്കിലും, ഇപ്പോൾ ചെറിയ പ്രായത്തിലാണെങ്കിലും വലിയ പ്രായത്തിലാണെങ്കിലും അവൻ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു പ്രത്യേക താല്പര്യങ്ങൾ എപ്പോഴും കാണും. അത് 2ാമതും 3ാമതും ആകുമ്പോൾ അതിൻ്റെ പുതുമകൾ കുറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും ആദ്യം എന്നുള്ള ആ സാധനം എപ്പോഴും ആദ്യം തന്നെയാണ്. പിന്നെ അല്പം കലാപാരമ്പര്യം എനിക്കുണ്ട്. കാരണം വെച്ചാൽ ഫാദർ ഒരു പ്രൊഡ്യൂസറായിരുന്നു. ലഹരി എന്ന് പറഞ്ഞ ഫിലിം ചെയ്തിട്ടുണ്ട്. മധു അമ്പാട്ടിൻ്റെ ഫസ്റ്റ് ക്യാമറ വർക്കായിരുന്നു അത്. റാണിചന്ദ്ര 70കളിൽ റാണിചന്ദ്ര, അതൊരു എഡ്യൂക്കേഷണൽ ഫിലിമായിരുന്നു. റാണിചന്ദ്രയാണ് അതിനകത്ത് ഹീറോയിനായിട്ട് ചെയ്തത്.
പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇതിന്റെ സ്റ്റോറി ആ ഒരു രീതിയിലാണ്. എന്നുവെച്ചാൽ അതിന്റെ രസങ്ങൾ ആ പാട്ടുകൾക്ക് തന്നെ അല്ലേ രസകരമായിട്ട് പാട്ടുകൾ ചെയ്യാൻ പറ്റിയത് തന്നെ അതിന് രസകരമായ രീതികളുണ്ട്, നല്ല ഒരു ഒഴുക്കുണ്ട്, പറയാൻ കൃത്യമായിട്ടൊരു കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഈ സംഭവം അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചിരിക്കുന്നത് സാർ. ഇതിൽ ചേട്ടൻ പാട്ട് എഴുതിയത് സന്തോഷ് വർമ്മയാണ്. സന്തോഷ് വർമ്മയാണ്. അതെ. അദ്ദേഹത്തിന് കൂടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടോ അതോ എങ്ങനെയാണ്? മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വരുന്നതേ ഉള്ളൂ. പടം റിലീസ് ആയിട്ടില്ല, അതായി വരുന്നതേ ഉള്ളൂ. റിലീസ് ആവുന്ന ആദ്യത്തെ പടം ഇത് തന്നെയാണ്. സന്തോഷ് വർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അടിപൊളി പാട്ടുകൾ എല്ലാം ചെയ്യുന്ന ആളാണ്, എല്ലാം ചെയ്യുന്ന ആളാണ്. അതെ 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 അതെ. ഞാൻ നിങ്ങൾ തമ്മിലുള്ള എഴുത്ത് ഈ പറഞ്ഞ സംഗീതവാദി കൊടുത്ത് വരി എഴുതാമാറോ അദ്ദേഹം വരി എഴുതിയ ശേഷം എങ്ങനെയായിരുന്നു നിങ്ങളുടെ? അത് ആദ്യം അദ്ദേഹം വരി എഴുതിയിട്ട് എൻ്റെ അടുത്ത് സംഗീതം ചെയ്യാമെന്നാണ് നമ്മുടെ ഡയറക്ടർ പറഞ്ഞിരുന്നത്. അപ്പൊ എന്തോ 1-2 തവണ വരി എഴുതിയിട്ടും ഡയറക്ടർക്ക് അതിന് എന്തോ ഒരു ചെറിയൊരു ഇത് തോന്നി. അപ്പൊ അദ്ദേഹം തന്നെ ഒരു ഐഡിയ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു ട്യൂൺ ഇട്ട് കഴിയുമ്പോൾ അത് വരി എഴുതാൻ കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞാനൊരു ട്യൂൺ ഒന്നല്ല കേട്ടോ, ഒരു 10-12 ട്യൂൺ ഇട്ടു. അങ്ങനെ അത് ശരിയാവാതെ വരും. അങ്ങനെ വന്നു അവസാനം ഞാനും സംവിധായകനും തമ്മിൽ ഒരു ഇതിലെത്തി, പുള്ളിയുടെ ഇതിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചു. അപ്പോൾ അത് ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് നേരെ സന്തോഷ് വർമ്മ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ എന്നെ പുള്ളി പെട്ടെന്ന് തന്നെ എഴുതി അത് ഫൈനലാവുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതിലെ ഒരു ഗാനം ഉണ്ടെന്ന് പറഞ്ഞു. അതെ. ഈ ഒരു ഗാനം അല്ലെങ്കിൽ അല്ലിയാമ്പല ഏതെങ്കിലും ഒരു പാട്ട് പറയാം. ഞാൻ കാണാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അല്ലിയാമ്പൽ പാടാം. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഒഡീസിനോട് പറയാനുള്ളത് വെച്ചാൽ ഒരു നല്ല സിനിമയെ നല്ല രീതിയിൽ തന്നെ എടുത്ത് അത് ജനകീയമാക്കി മാറ്റാൻ നിങ്ങളെല്ലാവരുടെയും ഒരു പരിശ്രമം ഇതിലുണ്ടായിരിക്കണം. അത് സിനിമ നല്ലത് എന്ന് നമുക്ക് ബോധ്യമുള്ളതുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും ബോധ്യപ്പെടുന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും താങ്ക് യു.